let us seek the blessing of the Almighty through a prayerful offering. This prayer dance, titled Akshayan Tirunamam, is a humble expression for praising and devotion, glorifying the eternal and unfailing name of the Lord. As the Bible reminds us, let them praise His name with dance. I now invite all our dear students to present the prayer dance. ഓം നീതി സൂര്യനാം ക്രിസ്തു നായക രാജാതിരാജ മഹാപ്രഭോ ദാവീദിന്റെ ധമേറി വരും ഇസ്രയേൽ രാജ ക്രിസ്തുനാഥ നമോസ്തുതേ. യൗസേപ്പിനും പത്നി മേരി മാതാവിനും പുത്രനായി പിറന്നോരോ മല്ലീശൻ നസറായ മന്നൻ ജ്വലിക്കും പ്രഭയായി നിത്യസത്യമായി സർവാധിപതിയായി കാതലായി സർവാംഗ സാക്ഷിയായി ദിവ്യമാം ജന്മമായി ഒഴുകി സന്ധിന്മയാനാണ് മന്നിതിൽ ജോതന ബാലനായി നസറേക്കിലുണ്ണി പിറന്നു ജ്ഞാനത്തിൽ ഉദിച്ചുയർന്നു കൗമാരമായി ഒടുവിൽ മാമല തന്നുകളിൽ കുരിശവൻ കൂകി കാൽവരിയിൽ. മത്തായി ബർത്തലോമിയോ പത്രോസ് യൂദ അന്ത്രയോസ് ദിദിമോസ് തദേവോസ് യോഹന്നാൻ ഫിലിപ്പോസ് യാക്കോബ് ശിമയോൻ മത്തിയാസ് ശിഷ്യരായി കൂട്ടി നാഥൻ ചാരയായി. നായിൻ ദേശത്ത് നാഥനെന്നൊരിക്കൽ വിധവതൻ മകനുടെ മരണമതറിഞ്ഞു. അലറിക്കരഞ്ഞവൾ നാഥന്റെ സന്നിധി നാഥനതു കണ്ടു കരളലിഞ്ഞു. രക്ഷാദായകം ദിവ്യജ്യോതിദയാപരം ജയാവകം ജപേ നിത്യം അക്ഷയം തിരുനാമം. സരി ഗരി സരി ധരി സ പദരി പമ ധമ പപ്പ ദുഷ്ടാത്മാവാം ലഗിയോനൊരിക്കൽ ആവേശിച്ചൊരു ജൂതപുത്രൻ സ്വയമേ പീഡയാൽ മുറിക്കും സുതന് ദൈവസുതൻ ഒരു സൗഖ്യം നേകി. സുവിശേഷ വേലയാൽ നാഥനന്ന് വരസേന നാട്ടിൽ ചെന്നൊരു നേരം ലഗിയോന്റെ ക്രൂര വിനോദം കണ്ട് വിട്ടുപോകൂ എന്ന ശാപമൊന്നേക്കവേ അട്ടഹാസത്തോടെ വിട്ടുപോകൂ. അവ
അവൻ പന്നിക്കൂട്ടത്തിൽ കയറിടുന്നു. ഇന്നു നീ കാണുന്ന വയലിലെ ലില്ലിയെ എത്രയോ നാഥൻ ഒരുക്കിയിടുന്നു. മാനവജന്മം അതിലേറെ ധന്യമേ, ആശങ്ക വേണ്ട നീ എന്റെ കുഞ്ഞേ. കിഴക്കൻ കാറ്റിൽ വഞ്ചി ഉലഞ്ഞപ്പോ നാഥൻ അണഞ്ഞെന്ന് ചാരനല്ലേ. ആർത്തുകരഞ്ഞര തന്നുടെ ശിഷ്യരെ ആഹ്ലാദമേകി നാഥൻ സവിതയെ. രാജന പീലാത്തോസിൻ കൽപ്പനയാൽ കുരിശു ചുമന്നു തനയനവൻ. പീഡനമേറ്റു കാൽവരിക്കുന്നിൽ മരണമടഞ്ഞു ദിവ്യപുത്രൻ. ഉയർത്തു കഴിഞ്ഞൊരാ പരമോന്നതൻ പ്രേക്ഷിത ദൗത്യം ശിഷ്യക്കതേകി. ഓം സന്താപമകലുന്ന നാഥ നമോ നമ. അന്ധകാരമകറ്റുന്നു നീതയാൽ നമ. ദിവ്യജന്മം ദിവ്യജ്യോതി നമ. സച്ചിന്മയ നാഥ ദേവോ നമോ നമ. അന്ധകാരം തിന്മയല്ലോ, അതു നീക്കും ക്രിസ്തു നന്മയല്ലോ. സർവം സാക്ഷി ക്രിസ്തു സാക്ഷി, തലയ്ക്കു മുകളിലെ നിത്യസാക്ഷി. ജീവിതം ഒരു മഴവില്ല് പോലെയാണ്. മഴയില്ലെങ്കിൽ അതിന് നിറങ്ങളുണ്ടാകില്ല. വേദനയിലൂടെയും തിരിച്ചറിവുകളിലൂടെയും കടന്നു പോകുമ്പോഴാണ് അതിന് നിറങ്ങളുണ്ടാകുന്നത്. തകർന്ന സ്വപ്നങ്ങളുടെയും പൊട്ടിയ ഹൃദയങ്ങളുടെയും ഇടയിൽ സ്വയം കണ്ടെത്തുന്ന മനുഷ്യരുടെ യാത്രയാണ് ഇത്. അവരുടെ മുറിവുകളും സ്വപ്നങ്ങളും സന്തോഷവുമാണ് ഇതിൻ്റെ നിറങ്ങൾ. കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞ ആകാശത്ത് ഒരു പുതിയ മഴവില്ല് തെളിയുന്നു. അതാണ് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കം. ഞങ്ങൾ അവതരിപ്പിക്കുന്നു അപരാജിതർ. ദുരന്ത ഭൂമിയിൽ നിന്നും ശ്യാം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എസ് കെ? ശ്യാം കേൾക്കുന്നുണ്ട്, പറയൂ ശ്യാം. മഴയ്ക്ക് ചെറിയ ശമനമുണ്ട്. കളക്ടറും ജനപ്രതിനിധികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 18 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. പല കുടുംബങ്ങളെയും അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കളക്ടർ നമ്മോടൊപ്പം ചേരുന്നു. മാഡം, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മഴയ്ക്ക് താൽക്കാലിക ശമനമുണ്ട്. ഇവിടുത്തെ സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. നാടിന്റെ നാനാഭാഗത്തു നിന്നും സഹായ വാഗ്ദാനങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട്. ക്യാമറമാൻ
അനീഷിനോടൊപ്പം 24 ന്യൂസ് റിപ്പോർട്ടർ ശ്യാം. എത്തിയോ? അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്തായി? ഞാൻ പറയാം അമ്മേ. എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയോ? മാറ്റി അമ്മേ. നീ വല്ലാതെ ക്ഷീണിതയാണല്ലോ. ഓട്ടത്തിനിടയിൽ നീ നിന്റെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം. എത്ര കഷ്ടപ്പെട്ടിട്ടാ അമ്മേ ഞാൻ കളക്ടറായത്. നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ബുദ്ധിമുട്ടുന്നവരെ ഞാൻ എന്നാൽ കഴിയുന്ന വിധം സഹായിക്കും. ഓ, വീണ്ടും മഴയ്ക്കുള്ള ആരംഭമാണല്ലോ. ഇപ്പോ മഴ എന്നെ പേടിപ്പെടുത്തുന്നു. പണ്ട് മഴ കാണുമ്പോ എനിക്ക് മയിലുകളെ പോലെ നൃത്തം ചെയ്യാൻ തോന്നുമായിരുന്നു. വാനം 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 മേഘരാഗം നിറുകിൽ തൊട്ടുമേനിൽക്കു വാനം. మగరి పాప పని సరి పద పద ప మగరి మగరి గమ పని సరి సరి గమ పని సరి పదని మవని పని సరి గమ సని గద పస పస పని ద ప మగరి మగ సరి പപ്പ. പുതിയൊരു മലരിതൽ വിരിയണ ദിവസമിതറിയില്ലേ, കണിയുണരണം അതിലിനിയൊരു നറുതിരി തെളിയണം. പുതിയൊരു മലരിതൽ വിരിയണ ദിവസമിതറിയില്ലേ, കണിയുണരണം അതിലിനിയൊരു നറുതിരി തെളിയണം. കുറുകുഴലുകൾ പുരവതി നില ചെറുനിറ പറവേ
അണച്ചു കൊതിച്ചിങ്ങടുത്തു വാ, കളിച്ചു ചിരിച്ചു രസിച്ചു വാ. പകരം നിനക്കു തരുന്നു ഞാൻ എന്റെ പുലർ മനസ്സിലെ കണിമഴ, കണിമഴ, കണിമഴ. മേഘരാഗം നെറുകിൽ തൊട്ടുമേലേ നിൽപ്പുവാനം, വാനം, വാനം. ദൂരെയെങ്ങോ മിഴിയും നട്ടുപൂ പോൽ നിൽപ്പു അമ്മ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. നമുക്ക് അത്താഴം കഴിക്കാം. എനിക്ക് രാവിലെ തന്നെ ക്യാമ്പിലേക്ക് പോകണം. ഉയിരായി മാറവേ നിഴൽ മായവേ ഒരേ സ്വരം ഒരേ മുഖം ഒരേ എന്റെ സിസ്റ്റർ, എന്റെ വീടും പോയി മണ്ണും പോയി, മക്കളെ കാണാനില്ല. ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നേ? മണ്ണിനടിയെന്ന് കിട്ടിയവരില് എന്റെ ഭാര്യ ഉണ്ടാ. ചേട്ടാ, കരയല്ലേ, സമാധാനമായിരിക്കെ. എല്ലാത്തിനും ഒരു വഴിയുണ്ട്. வெண்ணிலாவே வாடாத பூவே என் வாழ்வில் மீண்டும் என ஈன்ற தாயே கண்ணோடு இமையாய் சுகமான சுமையாய் இரு கையில் ஏந்தி தாலாட்டுவேனே காற்றோடு தலை கோதி நதியோடு தவழ்ந்து உயிரோடு உயிராக உறவாடும் அழகே பனியோடு விளையாடி மலரூஞ்சலாடி கரை வந்து தமிழ் பேசும் இரு கால் வெண்ணிலவே சிறகாக உன்னை நான் ஏந்தி செல்வேன் சினுங்காமல் உன்னை நான் பார்த்து கொள்வேன் ஒரு கோடி இன்பங்கள் உன்னை பார்த்த நொடியில் நான் வாழும் நாள் மட்டும் நீ எந்த மடியில் உன்னை ஈன்ற பொழுதிங்கு கடவுள் தன் முகம் பார்த்த பொழுது உன் பாதம் தொழுது ஆராரிராரோ 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 ஆராரிரோ ആരാരിരാരോ. പാവം കുട്ടി, അതിനാ എന്റെ അമ്മയുടെ സ്നേഹം ഇതുവരെ കിട്ടിയിട്ടില്ല. ചേച്ചി ചേച്ചി, എന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ മരുന്നില്ല. 2 ദിവസമായി അമ്മയുടെ മരുന്ന് തീർന്നിട്ട്. ഒന്ന് വരാമോ? അമ്മേ, അമ്മേ. ഇവർക്ക് എന്തു പറ്റി? ഇവരെ നിങ്ങൾ അറിയുമോ? ആ, ആരാരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു കൊച്ചും അമ്മയുമാണ്. ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇതെന്റെ കൂടെ പിടിച്ച സോനയല്ലേ? ആ, അതെ, ഇത് സോന തന്നെ. എന്റെ കൂട്ടുകാരി സോനയാണിത്.
വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ശരി മാഡം. सब कह रहे हैं आदि योगी, योग के स्पर्श से अब योग में करना है तन मन। सांस शाश्वत सनन सननम प्राण गुंजन घनन घननम उतरे मुझ में आदि योगी योग धारा चलक छन छन। सांस शाश्वत सनन सननम प्राण गुंजन घनन घननम उतरे मुझ में आदि योगी, उतरे मुझ में आदि योगी। മാഡം എത്തിയോ? വരൂ. ഇവർക്ക് എന്തു പറ്റി? നമ്മൾ ഇന്നലെ ഫോണിൽ സംസാരിച്ചിരുന്നില്ലേ? എനിക്കിവളെ എന്റെ പഴയ കൂട്ടുകാരിയായി തന്നെ തിരിച്ചു കിട്ടണം. തീർച്ചയായും. ഇവിടുത്തെ ചിട്ടയായ ജീവിത രീതികൾ കൊണ്ട് ഇവൾ പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഈ മോളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം? ഇവരെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്നതല്ല ഡോക്ടർ. എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്നത് ഞങ്ങളുടെ ആ കൊച്ചു വാടക വീട്ടിൽ നിന്നാണ്.
നമ്മുടെ മകളെ പഠിപ്പിച്ച് ഒരു കളക്ടറാക്കണം. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഈ വണ്ടി ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം പറ്റുമോ? എനിക്കാണെങ്കിൽ ഒരു വരുമാനവും ഇല്ല. ആ, എല്ലാറ്റിനും ഒരു വഴിയുണ്ടാവും. ആ, എനിക്കൊരു ഐഡിയ. നമ്മുടെ ഈ വീട്ടുമുറ്റത്ത് ഒരു പൂക്കൃഷി നടത്തിയാലോ? ഇപ്പൊ നട്ടാ ഓണം വരുമ്പോ നല്ല ഡിമാൻഡ് ഉണ്ടാകും. ആ, നിന്റെ ഐഡിയ കൊള്ളാം. ഏത് വീടിന്റെ മുന്നിലും ഒരു പൂന്തോട്ടം ഉള്ളത് നല്ലതാ. பூச்சிகளின் ரிங் 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 சங்கீதம் சொல்லி தருமே தங்க பெண்ணே. காலோடு சலங்கை பூட்டி கரையெல்லாம் வீணை மீட்டி நதி பாடும் பாடல் கேளாய் பட்டு பெண்ணே. பூமி ஒரு வீணை, இதை காற்றின் கைகள் மீட்டது. கேட்கும் மொழி எல்லாம் அடசரி கம பதனி சரி. பூக்கும் ஓசை அது கேட்கத்தான் ஆசை. புல்விரியோ ஓசை அது கேட்கத்தான் ஆசை. சத்தம் சங்கீதம் கண்காண தூரத்தில் சுதி சேரும் தாளத்தில் ரயில் போகும் ஓசை சங்கீதம். பசி கொண்ட நேரம் தாளிக்கும் ஓசை. பசி கொண்ட நேரம் தாளிக்கும் ஓசை. சந்தோஷ சங்கீதம்.
പക്ഷികളിൻ കുക്കുക്കു പൂച്ചികളിൻ റിങ് 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 സംഗീതം சொல்லித்தருமே தங்க பெண்ணே காலோடு சலங்கை பூட்டி கரையெல்லாம் வீணை மீட்டி நதி பாடும் பாடல் கேளாய் பட்டு பெண்ணே பூமி ஒரு வீணை இதை காற்றின் கைகள் மீட்டதே கேட்கும் மொழி எல்லாம் அடசாரி காம பதனி சரி. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നടക്കും. അച്ഛാ അച്ഛാ ദേ സോന വന്നിരിക്കുന്നു. ആ വാ മോളെ, നീ വന്നത് അമ്മയോട് പറഞ്ഞിട്ടാണോ? ഇല്ല അങ്കിളെ, എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് മടുത്തു. അമ്മ ഏത് നേരവും മൊബൈൽ ഫോണിലാ, അച്ഛൻ കമ്പ്യൂട്ടറിലും. എനിക്ക് കളിക്കാൻ കൂട്ടിന് ആരുമില്ല. പറയാണ്ട് വന്നാ അമ്മ വഴക്ക് പറയില്ലേ? മോളെ, സോനയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. സോന, സോന, നീ എവിടെ പോയി കിടക്കുകയായിരുന്നു? എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കുന്നു. ഈ അലവലാദികളുമായി കൂട്ടുകൂടരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവളുടെ ഒരു ബിസ്ക്കറ്റ്. സാരില്ല മോളെ, അവരൊക്കെ വലിയ ആളുകളല്ലേ. മോള് വാ, അമ്മ മോളുടെ കൂടെ കളിക്കാട്ടോ. ഓ, നേരം പോയത് അറിഞ്ഞില്ല. എനിക്കൊരു ഓട്ടം പോകാനുണ്ട്. നല്ല മഴ വരുന്നുണ്ടല്ലോ, വലിയ ഇടിമിന്നലും ഉണ്ട്. ഇന്നിപ്പോ പോണോ? ആ ഓട്ടോ ഇന്ന് വേണ്ടെന്ന് വെക്കുന്നേ. അത് വേണ്ട, നോക്ക് നാളെ ഫീസ് അടയ്ക്കാനല്ലോ. മോളെ നമുക്ക് വിളിക്കാം, ഞാൻ പോയിട്ട് വേഗം തരാം. മോളെ വാ, നമുക്ക് അകത്തേക്ക് പോകാം. വേണ്ട അമ്മേ, ഞാൻ ഈ മഴ കണ്ട് ഇവിടെ ഇരുന്നോളാം.
വാക്ക് മിഴിവാർന്ന നീലാഞ്ജനം കാതിനു പീയൂഷ സാരസംഗീതം മെയ്യനു കുളി പ്രണയം പോൽ പൊഴിയുന്ന പനിനീർ മഴ കാലിൽ കൊലുസിട്ട കുസൃതി മഴ ഇരുളിലടക്കി കരഞ്ഞും പുലരിൽ മുഖം തുടച്ചെത്തുന്നൊരമ്മ മഴ എല്ലാം മഴയുടെ നാനാർത്ഥങ്ങൾ വർഷകന്യതൻ നവരസഭാവങ്ങൾ അമ്മേ എൻ്റെ ഒപ്പം കളിക്കാൻ വരുമോ? നീ പോയിരുന്ന് പഠിക്ക് കൊച്ചേ. ഞാൻ ഈ മെസ്സേജസ് ഒന്ന് നോക്കട്ടെ. അച്ഛനെങ്കിലും എന്നോടൊപ്പം കളിക്കാൻ വരുമോ? എന്താ പൊന്നുമോളെ, എനിക്ക് ഈ പ്രോജക്റ്റ് നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാ. എനിക്കൊട്ടും സമയമില്ല. ഏയ്, നിങ്ങൾ അറിഞ്ഞ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനൊരു ആക്സിഡന്റ് ഉണ്ടായി. ഏതൊരു ലോറി ഇടിച്ചെന്ന് അറിഞ്ഞ. എന്ത് മഴയായിരുന്നു. എന്തായാലും വലിയ കഷ്ടമായി പോയി. ആ വീട്ടുകാരെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. ഓ, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതവരുടെ വിധി, അവർ അനുഭവിക്കട്ടെ. ജീവിക്കണം. അച്ഛൻ നമ്മളെ വിട്ടു പോയില്ലേ? അമ്മക്കറിയില്ലേ? നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാം മോളെ. നമ്മളിനി എങ്ങനെ ജീവിക്കും? ആരും നമ്മളെ സഹായിക്കില്ല. നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോകാം മോളെ. ടീച്ചറേ. ജാനകി, കരയല്ലേ. നീയല്ലേ മോൾക്ക് ധൈര്യം കൊടുക്കേണ്ടത്. ദാസിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ ഒരിക്കലും കൈവിടില്ല. നാളെ മുതൽ നീ മോളെ സ്കൂളിലേക്ക് വിടണം. മോൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും എനിക്ക് കഴിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാ ടീച്ചറെ? അമ്മ വിഷമിക്കരുത്. നമുക്ക് എല്ലാറ്റിനൊരു പരിഹാരമുണ്ടാക്കാം. ദിവ്യ നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ. അവളെ നമുക്ക് തുടർന്നും പഠിപ്പിക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ PTA ഫണ്ട് ഉപയോഗിക്കാം. ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖങ്ങൾ കലർന്നതാണ്. കഷ്ടപ്പാടുണ്ടാകുമ്പോൾ തളരുകയല്ലല്ലോ വേണ്ടത്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറുന്നതാണ് ഒരു സ്ത്രീയുടെ വിജയം. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ കഴിയൂ. നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാം.
മോൾക്ക് ശാസ്ത്രോത്സവത്തിന് സാധനങ്ങൾ വാങ്ങാൻ കുറച്ച് കാശ് വേണമായിരുന്നു. 7ാം ക്ലാസ്സിൽ അവൾക്ക് മാത്രമേ സെലക്ഷൻ കിട്ടിയുള്ളൂ. ഞാനത് ജോലി ചെയ്ത് വീട്ടിക്കോളാം. കാശോ? അതിന് മാസാവസാനമായിട്ടില്ലല്ലോ. എനിക്കിവിടെ ആളെ ആവശ്യമുണ്ടായിട്ടൊന്നല്ല, നിങ്ങൾ കരഞ്ഞ് കാലി പിടിച്ചത് കൊണ്ടാണ്. അവനവൻ്റെ അവസ്ഥ അറിഞ്ഞു വേണം ഓരോന്നിനും വിടാൻ. നോക്കിയടി, നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. മര്യാദയ്ക്ക് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് കേൾക്കണ്ട. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇതിലും ഭേദം മറ്റേതായിരുന്നു. അവിടെ ഇരി പിള്ളേരാ അവിടെ ടീച്ചർ ഇവൻ ചുമ്മാ എന്നെ മുടി പിടിച്ച് വലിക്കുന്നു. ഇത് ക്ലാസ് ആണോ ചന്തയാണോ? ഇത് ക്ലാസ് ആണ് ടീച്ചർ. ഇനിയിപ്പോ ചന്തയാകുമെന്തോ. ടീച്ചർ ഇവൻ ക്ലാസ്സിൽ ഇരുന്ന് ഫുഡ് കഴിക്കരുതെന്ന്.
ഞാൻ പറഞ്ഞിട്ടവിടെ ഇരുന്നാ മതി. പറഞ്ഞത് കേട്ടോ. മുടിയും വെട്ടൂല, ക്ലാസ്സിലൊക്കെ വന്നോളും. ഓ എന്റെ അമ്മോ, ഇതിനെയൊക്കെ കൊണ്ട് ഞാൻ തോറ്റ്. അപ്പം നമ്മൾ ഇന്ന് നെക്സ്റ്റ് പഠിപ്പിക്കാൻ പോകുന്ന ചാപ്റ്റർ ഇന്ന് എക്സാം പേപ്പർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ഉള്ളതാണ് ഇതിന് എക്സാം പേപ്പർ തരാന്ന് പറഞ്ഞത്. എനിക്കൊരു തലകറക്കം ടീച്ചർ, എന്താന്ന് അറിഞ്ഞൂടാ. തല കറങ്ങും. ആ പിടിച്ച് നമുക്ക് നാളെ പേപ്പർ കൊടുത്താൽ പോരെ? അല്ലല്ല, ഞാൻ ഇന്ന് നിന്റെ പേപ്പർ തരാം. ആദ്യം നിന്റെതാണ് ലാസ്റ്റ് ഇരുന്ന്, ആദ്യം തരാം. അയ്യോ, ആദ്യം തരാൻ പോണോ? ആദ്യം നിന്റെ പേപ്പർ തരാം. അപ്പൊ വേണ്ട, അവസാനം തന്നാ. ചെറുതായിട്ട് നീ വാങ്ങിച്ചിട്ട് പോ. അല്ല ടീച്ചർ, ഇപ്പൊ ചെറുതായിട്ട് മാറ്റം. എന്നാ പോയി രാവിലെ ഓരോ നമ്പറായിട്ട് വന്നോളും. സൈലൻസ്. ആദി ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 50-ൽ 5. ഇത് എന്തുവാടാ ഇത്? ഒരു പേപ്പറും അതിലൊരു ടാഗും. ടീച്ചറെ എല്ലാരും കുറെ പേപ്പറും ടാഗൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആഗ്രഹം മൂത്തങ്ങ് വെച്ച്. ഞാൻ അവനോട് ഹാർട്ട് വരയ്ക്കാനാ ക്വസ്റ്റ്യൻ വന്നത്. ലവിൽ അമ്പിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ഡെഫിനിഷനും ചോദിച്ചിട്ടുണ്ട്. ഡെഫിനിഷൻ കേട്ടോ, വായിക്കടാ. വായിക്കേ, വായിക്കടാ, വായിരടാ. വായിക്കയില്ലേ? ഞാൻ വായിക്കാം. ഒന്നുമില്ല ടീച്ചറെ. ഹൃദയവും ഹൃദയത്തിന്റെ ഡെഫിനിഷൻ ആർക്ക് വേണ്ടി എഴുതിയത്? ടീച്ചർ ഈ ആദ്യമാണെങ്കിലേ എന്നും ഇതുപോലെ ഹാർട്ടിൽ അമ്പ് വരച്ച് രഹനയ്ക്ക് കൊടുക്കാറുണ്ട്. അവിടെ പോയി അവൻ എന്ന് സ്കൂളിൽ വിട്ട് പോകുമ്പോഴേ എനിക്ക് ഇതെനക്കൊന്ന് വരച്ചു തന്നിട്ടാ പോണേ. ഇപ്പൊ എന്റെ വീട്ടിൽ ഇത്രേ ഉണ്ട്. അത്രയും അമ്പിട്ട് വെച്ചിട്ടുണ്ടാ രണ്ടും കൂടെ? 8-ൽ എത്രാമത്തെ വട്ടം? 2 വട്ടമായി നീ എട്ടിയിരിക്കുന്നു. രണ്ടും കൂടെ അമ്പിട്ട് അവിടെ ഇരുന്നോ. ഇനിയും വർഷങ്ങളുണ്ട്, ഇട്ട് അവിടെ ഇരുന്നോ. അടുത്തത് മുന്നി. നീ സൂപ്പറാ. 50-ൽ 3. കടൽപ്പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം? ക്വസ്റ്റ്യൻ. ആൻസർ നീ വായിക്ക്. വായി. നക്കി നോക്കിയാൽ മതി, ഉപ്പിട്ടെങ്കിൽ അത് കടൽ പാമ്പ്. നക്കി നോക്കിയാ മതി, ഉപ്പുണ്ടെങ്കിൽ കടൽ പാമ്പ്. പോയിരി, പോ, നിന്നെ ഞാൻ എടുത്തോളാം. 50-47. നല്ല കുട്ടി. 3 മാർക്ക്. എന്റെ പൊന്നുമോളെ, ദഹന പ്രക്രിയ തെറ്റിപ്പോയി, കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം ടീച്ചർ ഫുൾ മാർക്ക് തരാം. ടീച്ചർ കുഴപ്പമില്ല പൊന്നെ. ടീച്ചർ അടുത്ത പ്രാവശ്യം ദഹന പ്രക്രിയ തെറ്റിയിട്ടാ. ടീച്ചർ, എനിക്കറിയാം ദഹന പ്രക്രിയ. അതെങ്കിലും അറിയാലോ. ഞാൻ ഇന്നലെ രാത്രി ഉറക്കെഴുതിട്ടിരുന്ന് പഠിച്ചതാ. അല്ല പറ. വലത്തെ കൈയിൽ തുടങ്ങി ഇടത്തെ കൈയിൽ അവസാനിക്കുന്ന ഒരു പ്രക്രിയയാണ് ദഹന പ്രക്രിയ. വലത്തെ കൈയിൽ തുടങ്ങി ഇടത്തെ കൈയിൽ അവസാനിക്കുന്ന പ്രക്രിയ ദഹന പ്രക്രിയ. അയ്യോ ടീച്ചർ, ഞാൻ പൊന്നുമോക്ക് പേപ്പർ വേണ്ടേ? വാ. നല്ല വാലൊക്കെ ഇട്ട് വരച്ച് സെറ്റ്. സമയം കിട്ടുന്നുണ്ടാ? 7:30 തുടങ്ങും, 9:30 തീരും. വാ. അപ്പൊ എക്സാം ഒക്കെ എങ്ങനെ എഴുതി? നല്ല എളുപ്പമായിരുന്നു ടീച്ചർ. ആണല്ലോ. ഞാൻ ഫുള്ളും എഴുതി. കൊറേ പേപ്പർ ഉണ്ട്, 10-20 പേപ്പർ ഉണ്ട്, എല്ലാം കൂടെ ചേർത്ത്. നേരെ പിടി. ഹാൻഡിൽ വിത്ത് കെയർ. അതെന്താ ടീച്ചർ? തറ വീണ പൊട്ട് മുട്ട. 50-ന് 0. ടീച്ചർ ഇതെന്തോ എന്നോട് ദേഷ്യം കൊണ്ട് ചെയ്തതാ. ഞാൻ നന്നായിട്ട് എഴുതിയതാ. ഞാൻ ചോദിക്കട്ടെ. 5-മത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാൻ വയ്യ, ആൻസർ എനിക്ക് അറിയാൻ വയ്യ. നീ തന്നെ വായിച്ച് നീ തന്നെ ഉത്തരം പറയാ. വായി. മണിപ്രവാളം എന്നാൽ എന്ത്? മണിപ്രവാളം എന്നാൽ എന്ത്? ഉത്തരം വായി. പരീക്ഷ ഹാളിൽ കയറാൻ നേരം മണി അടിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന വെപ്രാളമാണ് മണിപ്രവാളം. അത് വിട്. ഞാൻ നിന്റെ ഏത് ടീച്ചർ? ബയോളജി ടീച്ചർ തന്നെ അറിയാം. എന്നിട്ടാണ് ഇതിലുള്ള ഹിസ്റ്ററി പൊണ്ണ തെറ്റ് മൊത്തം നീ എഴുതിയത്. മുഴുവൻ ഹിസ്റ്ററി എവിടെ നിന്ന് വന്നത്? ടീച്ചർ, ഇത് പറ്റിയതേ അന്ന് എക്സാമിന്റെ അന്ന് 2 എക്സാം ഉണ്ടായിരുന്നു. ബയോളജി ഹിസ്റ്ററി. ഞാൻ 2 പോക്കറ്റിലായിട്ട് ബിറ്റ് വെച്ചായിരുന്നു. അപ്പൊ എടുത്ത് എഴുതിയപ്പോ ബയോളജിയുടെ ഹിസ്റ്ററിയിലും ആയിപ്പോയി, ഹിസ്റ്ററിയിലെ ബയോളജിയിലും ആയിപ്പോയി. ടീച്ചർ, അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഈ പേപ്പർ കൊണ്ടുവന്ന് ഹിസ്റ്ററി ടീച്ചറിന് കൊടുത്തിട്ട് ആ പേപ്പർ ടീച്ചർ വാങ്ങിച്ചിട്ട് അപ്പൊ ടീച്ചർ ഇത് ഫുള്ളും ശരിയിടും, മറ്റേ ടീച്ചറും ഫുള്ളും ശരിയിടും. അപ്പൊ എനിക്ക് ഫുൾ മാർക്ക്. ആ കളി കൊള്ളാം. എവിടെയാണ് മാറ്റി എഴുതാൻ പോയി. ടീച്ചറിന്റെ വീട്ടിലെ റൂമില്. ടീച്ചർ, ഞാൻ പറഞ്ഞില്ല ടീച്ചർ. ഒന്നുകിൽ നീ ഈ സ്കൂളിൽ നിന്ന് വെളിയിൽ, അല്ലെങ്കിൽ ഞാൻ വെളിയിൽ. എനിക്കിനി നിന്നെ പഠിപ്പിക്കാൻ വയ്യ. ടീച്ചർ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നടക്കൂല. ഒരു കാര്യം
കൂടെ ഒരു കാര്യം. ഇന്നലെ എന്റെ മാത്സ് പേപ്പർ കിട്ടിയായിരുന്നു. അപ്പൊ അതില് കെമിസ്ട്രി ആയിരുന്നു ഇതേപോലെ എഴുതി വെച്ചിരുന്നു. അപ്പൊ എന്നെ പ്രിൻസിപ്പളുടെ റൂമിൽ കൊണ്ടുപോയായിരുന്നു. അപ്പൊ എന്റെ അടുത്തോട് ഇനി എന്തെങ്കിലും കുഴപ്പമായിട്ട് വന്നാൽ നിനക്ക് TC തരുമെന്ന്. അതല്ലേ ഞാൻ പറഞ്ഞു, ഒന്നീ നീ പുറത്തല്ലെങ്കിൽ ഞാൻ അകത്ത് എന്നെ കൊണ്ടുപോകാൻ ടീച്ചർ. അമ്മേ ഇത് നോക്കിയേ, ശാസ്ത്രോത്സവത്തിന് എനിക്കാ ഫസ്റ്റ്. സന്തോഷായി മോളെ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അമ്മ നിന്നെ പഠിപ്പിക്കും. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ. അമ്മ വിഷമിക്കണ്ട. അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹം പോലെ തന്നെ ഞാൻ നന്നായി പഠിച്ച് കളക്ടർ ആകും. എന്റെ ജീവിത ലക്ഷ്യം തന്നെ അതാണ്. നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും. അയ്യോ മോളെ, ഞാനൊരു കാര്യം മറന്നു. ഇന്ന് സോനയുടെ ബർത്ത്ഡേ ആണ്. അമ്മയ്ക്ക് ഒരുപാട് ജോലിയുണ്ട്. മോളെ വിളിച്ചില്ലേ? ഇല്ല അമ്മേ, എനിക്ക് ട്രോഫി കിട്ടിയത് അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മൾ പാവപ്പെട്ടവരല്ലേ, അതുകൊണ്ടായിരിക്കും. മോള് വിഷമിക്കണ്ട, നമുക്കൊരു നല്ല കാലം വരും. Happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. എല്ലാവരും വരൂ, നമുക്ക് എല്ലാവർക്കും ഒരു സംഗീത വിരുന്ന് ആസ്വദിക്കാം. അതിനുശേഷം ഭക്ഷണം കഴിക്കാം. പറയില്ലെങ്കിൽ
കൈനിറച്ചു ചെണ്ടുകൾ ഇന്നുദിക്കും അമ്പിളിക്കു ജന്മനാൾ ഇന്നവൾക്ക് കൈനിറച്ചു ചെണ്ടുകൾ ഓണപ്പാട്ടൊന്നു പാടി പാടം കൊയ്യുമ്പോൾ പാടം പനത്തത്തെ നീയും പോരാമോ കൂടെ പുഴയോരത്ത് പോയി തലയിച്ചിരുന്ന് കളിയും ചിരിയും നുകരാം പാടം ഭൂതകാലം പാടാൻ വന്നു നീയും താരേ കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിന് പൂക്കലമുള്ളൊരു പെൺപൂവേണോ പൂക്കാര പഞ്ചമിരാവുദിച്ചാൽ പുഞ്ചിരിക്കും പാൽപ്പുഴി കുഞ്ഞു തോണിയും തുഴഞ്ഞരികിൽ വന്നു നീ ചന്തമുള്ള ചാന്തു തൊട്ടും ചെണ്ടു മല്ലിമാലയിട്ട് മുന്നിടക്ക് പോൽ മുന്നിൽ പൂത്തു നിന്നു നീ അലിമുല പൂവ് ചോടി ചുണ്ടി കോളി പാട്ടുമായി അലിമുല പൂവ് ചോടി ചുണ്ടി കോളി പാട്ടുമായി എന്നുമേ തോഴിയായി നീ വരില്ലയോ ക്യാഷിന് വല്ല മാർഗം കണ്ടിട്ടുണ്ടാ? ദിവസം ഓരോരോ നുണകൾ പറഞ്ഞാണ് അച്ഛനെ കാശ് മേടിക്കണേ. കഴിഞ്ഞ ദിവസം അമ്മയെ തല്ലുപിടിച്ചു, സീനായി. പൈസ വെച്ചിട്ട് തന്നില്ല. ഞാൻ ചത്തളയൊന്ന് ഭീഷണിപ്പെടുത്തി, അതിലമ്മ വീണു, പൈസയും കിട്ടി. ഞാൻ ഇതിനൊന്നും നിൽക്കാറില്ല. എന്റെ അപ്പൻ രാത്രി നല്ല വെള്ളമായിരിക്കും. ഞാൻ അയാളറിയാതെ പോക്കറ്റിൽ ഞാൻ പിന്നെ അല്ലറ ചില്ലറ മോഷണമൊക്കെ നടത്തിയാടാ ഓരോ ദിവസത്തിനുമുള്ളത് സംഘടിപ്പിക്കുന്നത്. ഈ പൈസ കണ്ടെത്തൽ ഇത്തിരി പണി തന്നെയാണ്. എങ്ങനെയും ഒരു പണക്കാരി കൊച്ചിനെ വളച്ചെടുത്താൽ കുറച്ചു നാൾ സുഖമായി ജീവിക്കാമായിരുന്നു. ദേടാ, തേടിയ വഴി കാലി ചുറ്റി. ആ പണക്കാരി സോന ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ, എന്തൊരാശ്വാസം. ഇവിടെ സ്കൂളിലെ പോലെ നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല. നമ്മളിവിടെ ഫ്രീ ബേർഡ്സ് ആണ്. എടി, രാവിലെ ഫസ്റ്റ് അവർ ഇംഗ്ലീഷ് അല്ലേ? നീ കയറണുണ്ടോ? നീ ഒന്ന് പോയേ, ഞാനൊന്നും വരുന്നില്ല. നമുക്ക് ആ ക്യാൻറ്റീൻ വഴി ഒന്ന് കറങ്ങിട്ട് വരാം. ഓക്കെ എടി, എന്നാ വാ. ദേ നോക്കിയേ, ആ പഠിപ്പിസ്റ്റ് ദിവ്യയല്ലേ ആ വരുന്നത്? ഓ, തന്നെ തന്നെ. അവൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇവിടെ അഡ്മിഷൻ എടുത്തപ്പോ ഞാൻ ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങി എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കാശ് കൊടുത്ത് ഇതേ കോളേജിൽ തന്നെ അഡ്മിഷൻ വാങ്ങി. എടി, കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് പറ്റാത്തതായിട്ട് എന്താണുള്ളത്? എടി ദിവ്യേ, നീ ക്ലാസ്സിലേക്ക് പോകുകയാണോ? ഞങ്ങളുടെ കൂടെ വന്നാൽ ഒരു ചായ വാങ്ങിത്തരാം. അയ്യോ, ഞാനില്ല. എനിക്കൊരു സെമിനാർ പ്രസന്റേഷൻ ഉണ്ട്, അതിന് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് നടന്നോ? ഓ പിന്നെ, ഒരു IAS കാരി വന്നിരിക്കുന്നു. എടി, ആ റോഷനും കൂട്ടുകാരും വരുന്നുണ്ടല്ലോ. عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة عندي لك رقصة قوية يا الحبيب اسمها صبوحة خطبها نصيب مد يدك كنا بتعطيها كف وهز شتفك حيل خليك شديد عطني رقصة فريسة زيد عليها شوي عندي بيزة രാധേ ബൊട്ടെ തിക്കിത്താരം തൊട്ടെന്ന നേരു നേരു നെഞ്ചിൽ തുള്ളാട്ടം. ഹേ ഗോവിന്ദ 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 ഗോവിന്ദ
hacerle ranking, tanking, can. ¿Y qué fue? No hiciste nada. Con tanta chapa, va a hacerle ranking, tanking, can. Mambo. Alare Govinda, Ale Govinda, Angari Patande, Meelamba. Alare Govinda, Ale Govinda, Angari Patande, Meelamba. இனி ராசுமிக்கா வந்தாலும் சண்டையாவா நின்னாலும் திரும்பி பார்க்க கூட மாட்டனே. என்ன பூக்கின்னு சொன்னாலும் தாக்கி விட்டு போனாலும் ராக்கி கட்ட சொல்லி கேட்பேனே. டார்கெட் பிக்ஸ் தேவல சிக்ஸ் மூவ் ஆன் பண்ணாத பக்கா ஃபிளெக்ஸ். மார்க்கெட் பெருசு மைண்ட் செட் புதுசு டேலண்ட காட்டாத நிலைக்கு பர்சே. பர்சே மிச்சம் இல்ல ஜிபே வச்சதில்ல மன்சா மட்டும் தந்த பிரைபா. பெருசா பில்டப் இல்ல ஃப்ரெண்ட்ஸா நினைச்சதில்ல லவ்ஸா மட்டும் சொன்ன ஹைப்பா. இப்போ சலம்பல்ல அடியே தங்கம்மா வெறுப்புல சிரிக்கிற ஹனியே. நானும் பலம்பல்ல இனிமே நான் பங்கம்மா களத்துல கலிக்கிற தனியே. ஐசாங்க கொஞ்சம் பாரு அண்ணனோட பேரு ஜொலிக்குதுடா ஸ்லோமோ தெரிக்குதுடா அன்பான பிச்செல்லாம் கேளு நம்பிக்கையா சேரு இருக்குதுடா காலம் பிறக்குதுடா தனக்குன்னு வாழாத நீ தரத்துல தாழாத ஒரு கது மாறானே திருத்திட போறானே தனக்குள்ளமா தளபதி தளபதி கச்சேரி அங்கனா மனமுகனா வெறித்தனமா வைபா பலமா கச்சேரி தளபதி கச்சேரி கொடிய பறக்க விட்டு விருந்து வச்சு கொண்டாடலாமா தளபதி கிட்ட பாட்டே மன போல யாரு காட்டே தளபதி கிட்ட பாட்டே எங்க போல யாருன்னா காட்டுறாடே எங்க அண்ணன் தளபதி கிட்ட பாட்டே மன போல யாரு காட்டே தளபதி கிட்ட பாட்டே எங்க போல யாரு காட்டே ஜெகன ஜெகனதா திக்கு திக்கு நகதிக்கு ஜெகன ஜெகனதா திக்கு திக்கு நகதிக்கு ஜெகன ஜெகனதா ஜெகன ஜெகனதா ஜெகன ஜெகனதா திக்கு திக்கு நகதிக்கு ஜெகன ஜெகனதா ஜெகன ஜெகனதா ஜெகன ஜெகனதா திக்கு திக்கு நகதிக்கு ஜெகன ஜெகனதா ஜெகன ஜெகனதா ஜெகன ஜெகனதா திக்கு திக்கு நகதிக்கு ஜெகன ஜெகனதா ஜெகன ஜெகனதா ஜெகன ஜெகனதா திக்கு நகதிக்கு ஜெகன ஜெகனதா ஜெகன ஜெகனதா മനസ്സിൽ മിഥുന മഴ പൊഴിയും അഴകിൽ ഒരു മൈലിനലസലാസ്യം ഹരിതപനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയഭരിത ഭാവം സ്വരകലികയിലൂടെ ശ്രുതിലയ സുഖമോടെ ഗന്ധർവ സംഗീതം മംഗളരാഗമുതിർന്നുണരുന്നു രാധേ നിൻ ശ്രീപാദം ചഞ്ചലമാവുന്നു മനസ്സിൽ മിഥുന മഴ പൊഴിയും അഴകിൽ ഒരു മയിലിനലസലാസ്യം ഹരിതപനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയഭരിത ഭാവം
മായാശില്പം ലീലാലോലം നൃത്തം വെക്ക് ജ്വാലാമേഘം കാറ്റിൽ പടർന്നു ദേവി നീയ മായാശില്പം ലീലാലോലം നൃത്തം വെക്ക് ജ്വാലാമേഘം കാറ്റിൽ പടർന്നു ഉതിരും നിന്റെ ചടുല നടനം തുടരും മനസ്സിൽ മിഥുന മഴ പൊഴിഞ്ഞു മഴകിലൊരു മയിലിനലസലാസ്യം ഹരിതവനിലൊരു ഹരിത യുവതിയുടെ പ്രണയ വനിതവാ നീലാകാശത്താരാജാലം ചൂടാരത്നം ചാത്തി നിന്നെ സന്ധ്യാരാഗം പൊന്നിൽ പൊതിഞ്ഞു നീലാകാശത്താരാജാലം ചൂടാരത്നം ചാത്തി നിന്നെ സന്ധ്യാരാഗം പൊന്നിൽ പൊതിഞ്ഞു മധുരമൊരു ശ്രുതിയിൽ അലിയും എന്റെ ഹൃദയ മുരളി ഉണരാം മനസ്സിൽ മിഥുന മഴ പൊഴിയും അഴകിലൊരു മയിലിനലസലാസ്യം ഹരിത പനിയിലൊരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിത ഭാവം ഈ ഫോൺ കിട്ടിയതിന് ശേഷം നീ അത് നിലത്ത് വെക്കാറില്ലല്ലോ. ആരായിട്ടാണ് ഈ ചാറ്റ് ചെയ്യുന്നത്? എൻ്റെ അമ്മേ, ഞാൻ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഡൗട്ട്സ് ഒക്കെ മെസ്സേജ് അയച്ച് ക്ലിയർ ചെയ്യുകയാണ്. ഓക്കെ ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളൊന്ന് ക്ലബ്ബ് വരെ പോകും. ഓക്കെ അമ്മേ.
ഹലോ ഹലോ, ഞാൻ സോനയുടെ ടീച്ചറാണ്. എനിക്ക് സോനയെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. മാഡത്തിന് ഒന്നും തോന്നരുത്. കുറച്ച് ദിവസമായിട്ട് സോന ക്ലാസ്സിൽ കയറാതെ ഏതോ ഒരു പയ്യനുമായി ചുറ്റിക്കറങ്ങുകയാണ്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ടീച്ചറേ, എൻ്റെ മോൾ അത്രക്കാരിയല്ല. വെറുതെ സംശയത്തിന്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്തി അവളുടെ ഭാവി നശിപ്പിക്കരുത്. ഈ ടീച്ചർമാർക്ക് വേറെ പണിയൊന്നുമില്ല. നിഷ്കളങ്കരായ കുട്ടികളെ കുറിച്ച് വെറുതെ അപവാദം പറഞ്ഞുണ്ടാക്കുകയാണ്. വാ, നമുക്ക് പോകാം. ഞങ്ങൾ പോയിട്ട് വരാം മോളെ. നീ ഇരുന്ന് പഠിച്ചു. സോനെ, ഉച്ചയ്ക്ക് ശേഷം നിന്നെ ക്ലാസ്സിൽ കണ്ടില്ലല്ലോ. നീ എവിടെ പോയിരുന്നു? ഞാൻ എവിടെയും പോയില്ലല്ലോ. നീ ആ റോഷനുമായി ചുറ്റിക്കറങ്ങുന്നത് അത്ര നല്ലതല്ല. അവനൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് നിനക്കറിയാലോ. നീ ഒന്ന് പോ. ആൺപിള്ളേരായ കുറച്ച് തമാശയൊക്കെ കാണിച്ചെന്നിരിക്കും. നിനക്കെന്താ കുഴപ്പം? നീ നിന്റെ കാര്യം നോക്ക്. ഈ സോന എവിടെ പോയി? ഇത്ര നേരത്തെ ഉറങ്ങിപ്പോയോള്. നീ അകത്ത് കയറി നോക്കി. മോളെ, മോളെ. അയ്യോ, നമ്മുടെ മോൾ. നിങ്ങൾ ഇതൊന്ന് വേഗം വായിച്ചേ. അമ്മേ, അച്ഛ, ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരാളോടൊപ്പം പോകുന്നു. എന്നെ അന്വേഷിക്കണ്ട. അലമാരയിലിരിക്കുന്ന സ്വർണവും പണവും ഞാൻ എടുക്കുന്നു. അയ്യോ, ചതിച്ചല്ലോ ദൈവമേ. ഇത് നമ്മുടെ തെറ്റ് തന്നെയാ. നമ്മൾ നമ്മുടെ മകളെ അന്ധമായി വിശ്വസിച്ചു. അവൾ ചോദിച്ചതെല്ലാം വാങ്ങിച്ചും കൊടുത്തു. അവളെ വേണ്ട വിധത്തിൽ സ്നേഹിക്കാനും ശാസിക്കാനും നമ്മൾ സമയം കണ്ടെത്തിയില്ല. ചെറുപ്പത്തിൽ തന്നെ ശരിയും തെറ്റും പറഞ്ഞു കൊടുത്ത് വളർത്തണമായിരുന്നു. അവിടെ നമുക്ക് പിഴവ് പറ്റി. മകളെ നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. മോളെക്കുറിച്ച് ടീച്ചർ പറഞ്ഞത് വിശ്വസിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. മക്കളെ അതിരറ്റി വിശ്വസിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും നമ്മുടെ ജീവിതം ഒരു പാഠമാകണം. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല ദൈവമേ. ഈ സോനെ എനിക്ക് മടുത്തടാ. എങ്ങനെയാലും ഒന്ന് ഒഴിവാക്കണം. എടാ, അവളെ ഒഴിവാക്കണ്ടാ. നമുക്കവളെ വിദേശത്തേക്ക് കിടത്താ. പെണ്ണുങ്ങൾക്ക് അവിടെ നല്ല മാർക്കറ്റാ. നിനക്കിത് എങ്ങനെ പറയാൻ തോന്നി? നിന്നെ ഞാൻ എത്രയധികം സ്നേഹിച്ചു. എന്റെ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ. നിന്നെ ഇത്രയധികം വിശ്വസിച്ച് എന്റെ ജീവിതം നീ നശിപ്പിച്ചില്ലേടാ.
പൂമൊട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ ദലവും ഒഴിഞ്ഞു പോയി. സൂര്യകാന്തിപ്പൂവു ഞാനിന്നും എൻ്റെ ഈ സൂര്യനെല്ലിക്കാട്ടിലേകയായി. പേടിപ്പെടുത്തുന്ന മൂളലായിന്നും ആ പേവിഷത്തുമ്പികൾ പാറിടുന്നു. ആദി വിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ ദലവും കൊഴിഞ്ഞു പോയി. കരിന്തേളുകൾ മുത്തി മുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമൊട്ടുകൾ. കനിവുള്ള കർക്കിട കരിമഴയ്ക്കൊപ്പമായി കരയാൻ ജനിച്ചതോ പെൺമൊട്ടുകൾ. അവൾക്കില്ല മാനാഭിമാനങ്ങൾ മാനനഷ്ടം. കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിലും. മാധ്യമത്തിര മത്സരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ. പതയുന്ന പരിഹാസലഹരികൾക്കൊപ്പമ പതിവുള്ള പലഹാര വർത്തമാനങ്ങൾ. ഇടയിൽ സഹതാപങ്ങൾ ഇടിവെട്ടുകൾ. ഇതിൽ മുറിയുന്ന ഹൃദയങ്ങൾ ആരു കണ്ടു? മാധവാ, അതാരാണെന്ന് നോക്കിയേ. അമ്മയെ കാണാൻ 2-3 പേര് വന്നിരിക്കുന്നു. ചേച്ചിക്ക് ഞങ്ങളെ ഓർമ്മയുണ്ടോ? പണ്ട് നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ജാനകിയാണ് ഞാൻ. ഇത് എൻ്റെ മകൾ ദിവ്യ. ഇവളിപ്പോ വയനാട് കളക്ടറാണ്. എൻ്റെ മോളും നീയും ഒരുമിച്ച് പഠിച്ച് വളർന്നവരല്ലേ. എൻ്റെ മോളിപ്പോൾ എവിടെയാണാവോ? അവൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അമ്മ വിഷമിക്കാതിരിക്കെ. അമ്മ ഈ കുട്ടിയൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇത് അമ്മയുടെ പേരക്കുട്ടിയാണ്, നമ്മുടെ സോനയുടെ മകൾ. മോളെ, എൻ്റെ പൊന്നു മോളെ, എവിടെ എവിടെ എൻ്റെ സോനമോൾ എവിടെ? അവൾ വന്നില്ലേ? എനിക്ക് അവളോട് ഒരു വഴക്കുമില്ല. അമ്മയെ ഞാൻ സോനയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം.
ഇനി നമുക്ക് നാളെ ചെയ്യാം. എല്ലാവരും പോയി ഫ്രഷ് ആയിക്കോളൂ. സോന ഒന്ന് നിൽക്കൂ. നീ ഇപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെയാണ്. നിനക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. എനിക്കിപ്പോൾ വീടും ബന്ധുക്കളും ഒന്നുമില്ല ഡോക്ടർ. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ എൻ്റെ അച്ഛനമ്മമാരോട് ചെയ്തത്. അവരെ അത്രയധികം വേദനിപ്പിച്ച മഹാപാപിയാണ് ഞാൻ. അവർ ഒരിക്കലും എന്നെ സ്വീകരിക്കില്ല. അത് നിന്റെ വെറും തോന്നലാണ്. മക്കൾ എത്ര തെറ്റ് ചെയ്താലും അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരാണ് മാതാപിതാക്കൾ. അവർ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല. നോക്കൂ, ആരൊക്കെയാണ് കാണാൻ വന്നിരിക്കുന്നതെന്ന്. അമ്മേ, പൂമുത്തോളെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി. ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി. മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി. മാനത്തോളം മഴവില്ലായി വളരണം എൻ മണി. ആഴിത്തീരമാല പോലെ കാത്തു നിന്നെ ഏൽക്കാം. പീലിച്ചെറു തൂവൽ വീശി കാറ്റിലാടി നീങ്ങാം. കനിയേ നീയൻ കനവിതളായി നീവാ. നിധിയേ മടിയിൽ പുതുമലരായി വാവാ. സോനെ, എന്റെ പൊന്നു മോളെ, നിന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. എൻ്റെ പൊന്നു മോളെ, എനിക്ക് നിന്നെ തിരിച്ചു കിട്ടിയല്ലോ. അമ്മേ, അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? സ്ഥലകാല ബോധമില്ലാതെ എന്തൊക്കെയാ ഈ കാണിക്കുന്നത്? ഇനിയെങ്കിലും അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം കൊണ്ട് എൻ്റെ ഹൃദയം പൊട്ടിപ്പോകും. സിത്താര ചേച്ചി ഓർക്കുന്നുണ്ടോ? വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിമല ഹോസ്പിറ്റലിൽ വെച്ചാണ് ഞാൻ നിങ്ങളെ കണ്ടത്. ഇരട്ട കുട്ടികളായതുകൊണ്ട് സിസേറിയൻ വേണമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ ചെലവുകളൊക്കെ നമ്മൾ എങ്ങനെ നടത്തും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. നീ ഇപ്പൊ ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കല്ലേ. ആ, ദൈവം എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരും. നീ സമാധാനപ്പെട്. ജാനകി രാംദാസ്, സിത്താര ശ്രീകുമാർ. രാംദാസിനോട് എനിക്ക് സീരിയസ് ആയ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഒരു നിസ്സഹായ അവസ്ഥയിൽ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും, പറയാൻ പാടില്ലാത്തത് പറയും. അത്തരം ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഞാനിപ്പോ. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു നിർദ്ദേശം മാത്രമാണ്, അല്ലെങ്കിൽ ഒരഭിപ്രായം. എന്താണ് ഡോക്ടർ? നിങ്ങൾക്ക് ദൈവം 2 കുഞ്ഞുങ്ങളെ തന്നു. അതിൽ ഒരെണ്ണത്തിന് എൻ്റെ സഹോദരി സിത്താരിക്ക് കൊടുത്തുകൂടെ? ഇല്ല ഡോക്ടർ, ഒരിക്കലുമില്ല. അവളുടെ കുട്ടി മരിച്ചുപോയി. ഇനി അവൾക്ക് ഒരു കുട്ടി ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. നിങ്ങൾ നല്ലവണ്ണം ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ മനസ്സിനത് താങ്ങാൻ കഴിയാത്തതാണെങ്കിലും ആ കുട്ടികളുടെ ഭാവിക്ക് അതാണ് നല്ലത്.
ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീടിനടുത്ത് തന്നെ താമസമാക്കിയതും നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്നതും. അങ്ങനെയെങ്കിലും എൻ്റെ മോളെ എനിക്ക് അടുത്ത് കാണാമല്ലോ. നിന്റെ സഹോദരൻ ഡോക്ടർ ശിവറാമിന് ഇതെല്ലാം അറിയാം. നീ ദാനമായി നൽകിയ അമൂല്യ സമ്പത്ത് ഞാൻ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ല. എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് നമ്മുടെ മകൾക്ക് ഈ ഗതികേട് വന്നത്. ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. നീ എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്ത് ഗതികേടിൻ്റെ പേരിലാണെങ്കിലും ഒരു പെറ്റമ്മയും ഒരു കാലത്തും ചെയ്യാത്ത മഹാപാപമാണ് ഞാൻ. നമ്മൾ കൂടപ്പിറപ്പുകളാണെന്ന് അറിയാതെ പോയല്ലോ. ഇനി നമ്മളെ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല. കഴിഞ്ഞതെല്ലാം മറന്ന് നീ ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. നിന്റെ മുടങ്ങിപ്പോയ പഠനം നീ പൂർത്തിയാക്കണം. തീർച്ചയായും എൻ്റെ ജീവിതം തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കുള്ള യാത്രയായിരുന്നു. അഹങ്കാരം എൻ്റെ കാഴ്ചയെ മറിച്ചിരുന്നു. എന്നെ സ്നേഹിച്ചവർക്കും വിശ്വസിച്ചവർക്കും വേദന മാത്രമാണ് ഞാൻ തിരിച്ചു നൽകിയത്. ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു വിദ്യാഭ്യാസത്തിൻ്റെയും മൂല്യങ്ങളുടെയും പ്രാധാന്യം. പക്ഷേ ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. ഇനി ഞാൻ പിന്നോട്ട് നടക്കില്ല. എനിക്ക് വേണ്ടത് മുന്നോട്ടുള്ള വഴിയാണ്. അത് എത്ര കല്ലും മുള്ളും നിറഞ്ഞതാണെങ്കിലും അതിലൂടെ തന്നെ ഞാൻ നടക്കും. കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം കുന്നോളം ചേരും കനവുകളും ഒരു പിടികാവലായി വഴി തേടണം. ഒരു മാറിവ് ചിറകേറണം. ആശതൻ തേരിത് പറന്നുവാനിൽ നീയുയരണം. ഇടനെഞ്ചിലെ ഉരിവാരണം. ഇരു കണ്ണിലും വിഴിവേറണം. നന്മകൾ പൂക്കുമീ പുലരി തേടി നീ ഒഴുകണം. തെറ്റുകളിൽ തകർന്ന് ജീവിതം കൈവിട്ട സോന അവളെ വീണ്ടും കൈപിടിച്ചുയർത്തി ജീവിക്കാൻ പഠിപ്പിച്ച ദിവ്യ. മകൾ എന്ത് ചെയ്താലും അവളുടെ കൂടെ നിൽക്കുന്നതാണ് മാതൃത്വം എന്ന് വിശ്വസിച്ച സിത്താര. ഹൃദയം പൊട്ടിക്കൊണ്ട് മകളുടെ ഭാവി നല്ലതാകട്ടെ എന്നൊരു സ്വപ്നത്തിൽ മകളെ വിട്ടുകൊടുത്ത ജാനകി. ഈ സോനമാരും ഈ ദിവ്യമാരും ഈ സിത്താരമാരും ഈ ജാനകിമാരും നമ്മുടെ ചുറ്റും തന്നെ, അല്ല നമ്മളിൽ തന്നെയുണ്ട്. ഒരു മനസ്സിനെങ്കിലും ഈ കഥ വെളിച്ചമാകുന്നുവെങ്കിൽ കാർമേഘങ്ങൾക്കിടയിലും ഒരു മഴവില്ല് തെളിയും. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे
जय हे जय हे जय 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 हे